സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാവുകയാണ്. ഇന്ന് 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. 8 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അടക്കം മുന്നറിയിപ്പ് ഈ ഒരു തരത്തിലുമാണ്. സുരേഷ്, സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ജില്ലകൾക്ക് ഇപ്പോൾ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇന്ന് 2 ജില്ലകൾക്കാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ടുകളാണ് പത്തനംതിട്ടയ്ക്കും ഇടുക്കി ജില്ലയ്ക്കും നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ കാറ്റിന്റെ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതയും കരുതലും സ്വീകരിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. സംസ്ഥാന വ്യാപകമായി പരക്കെ മഴ ലഭിക്കുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെയും വിവിധ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 16-ാം തീയതിയും 17-ാം തീയതിയും മധ്യ കേരളത്തിലായിരിക്കും മഴ. 17-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകൾക്കും വയനാട് ജില്ലയ്ക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 18-ാം തീയതി തെക്കൻ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാല ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ പൊതുജനങ്ങൾ കൂടി ജാഗ്രത പാലിക്കണമെന്നും ഈ മുന്നറിയിപ്പ് പറയുന്നു. അതേസമയം തന്നെ ശക്തമായ മഴ ഉഷ്ണതരംഗത്തിനും ഒപ്പം തന്നെ കടുത്ത വേനൽ ചൂടിനും ആശ്വാസമായി സംസ്ഥാന വ്യാപകമായി വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഈ ഉഷ്ണതരംഗത്തിന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വേനൽ മഴ ശക്തി പ്രാപിക്കുന്നത്. ഒപ്പം ഈ ഒരു ഘട്ടത്തിൽ ആശ്വാസകരമാകുന്ന ഈ ചൂട് മാറി മഴ വരുന്നു, ആശ്വാസകരമാകുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. പക്ഷേ അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ളൂല്ലേ? കാരണം പല മേഖലകളിലും രോഗങ്ങൾ വ്യാപിക്കുകയാണ്. മഞ്ഞപ്പിത്തമടക്കം വ്യാപിക്കുന്നു. ഇനി ഈ മഴ, ഈ വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന കൊതുകുജന്യ രോഗങ്ങളൊക്കെയും വർദ്ധിക്കുന്നു. ഇവിടെ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായി ഇടപെടൽ ഉണ്ടാകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം ഇടപെടൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് ഈ രോഗവ്യാപനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ, അല്ലേ? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക ആ മേഖലയിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ മഴയ്ക്കൊപ്പം കൊതുകുജന്യ രോഗങ്ങൾ വ്യാപകമാവുകയാണ്. അത് മാത്രമല്ല, ആശങ്കാജനകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് പല മേഖലകളിലും ഈ മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ സാധ്യതകളുണ്ട്. ആശങ്കാജനകമായ രീതിയിൽ രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കൊതുക് നശീകരണം ഉൾപ്പെടെ പാടിയൊരു സാഹചര്യം സംസ്ഥാനത്തുടനീളം നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നൽകുന്നത്. പക്ഷെ പാടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആശങ്കയാണ് പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഡെങ്കിപ്പനി, ചിക്കൻഗുനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതും വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്നുണ്ട്. എന്തായാലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം, അത് വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ പൊതുജനങ്ങളും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. സുരേഷ്, ശരി. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. 8 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ശാലിനി നൽകിയത്.